അവള് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഡി, ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ചാമ്പക്കല്ലേ? സോറി ഡി, ഇപ്പൊ ചാമ്പക്കയുടെ സീസൺ അല്ല. അമ്പഴങ്ങയുണ്ട്, ഒരെണ്ണം 3 രൂപ. എടുക്കട്ടെ? എന്റെ പൊന്നോ വേണ്ട. 3 രൂപ കൊടുത്ത് അമ്പഴങ്ങ മേടിക്കാനുള്ള ആസ്തിയൊന്നും നമുക്കില്ലേ. 1 രൂപ ബഡ്ജറ്റിൽ നിൽക്കുന്ന സാധനം വല്ലതും ഉണ്ടോ ഡി? 1 രൂപയ്ക്ക് ആഞ്ഞിലി ചക്കന്റെ കുരു തരാം. വീട്ടിൽ കൊണ്ടുപോയി വറുത്ത തിന്നാ മതി. അതെ, ക്ലാസ്സിനുള്ളിൽ അനിയന്ത്രിത കച്ചവടമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇനി ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ടീച്ചറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായിരിക്കും. അയ്യോ എന്റെ പൊന്നവനോ കേസി, ചതിക്കല്ലേ. തൽക്കാലം ഈ നെല്ലിക്ക അങ്ങോട്ട് പിടിച്ചേ. ആ അന്താ ഭയം ഇരിക്കുന്നു. അതെ, ഞങ്ങളെ റിപ്പോർട്ട് ചെയ്താലും ടീച്ചർ കേസ് എടുക്കും കേട്ടോ. അയ്യോ ചതിക്കല്ലേ. നീ പേടിക്കണ്ട, ഇവന്മാര് വാ തുറക്കാറ് ഞാൻ നോക്കിക്കോളാം. എനിക്കുള്ള പടി എത്തിച്ചാ മതി. ഞങ്ങളുടെ വീട്ടിൽ പുതിയ റോഡ് വീലർ പട്ടീനെ മേടിച്ചു. നീ നാളെ വീട്ടിലേക്ക് വാ. ആ പട്ടി കടിക്കോ? അതറിയാനാ നിന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. എടാ, നീ പഠിക്കുന്ന സമയത്ത് വല്ല പഠിക്കാൻ നോക്കൂ. ഇത്തവണ നീ തോറ്റാൽ 7ാം ക്ലാസ്സിൽ തന്നെ 2ാം വർഷം പഠിക്കേണ്ടി വരും. എന്നാലും എന്റെ ചേച്ചിനെ കാട്ടും ഭേദമാണ് ഞാൻ. അതെന്താടാ? എന്റെ ചേച്ചി ഇപ്പോഴും ബികോം 3ാം വർഷമാ പഠിക്കുന്നത്. പിന്നെ ഞാനെന്താ 7ാം ക്ലാസ്സിൽ 2ാം വർഷം പഠിച്ചാ കുഴപ്പം? നിങ്ങൾ വെക്കേഷൻ എവിടെയെങ്കിലും പോയായിരുന്നോടി? ഞങ്ങള് വയനാടൊക്കെ പോയി. ഞങ്ങള് മൂന്നാറിന് പോവാനിരുന്നതാടി, പക്ഷെ പോവാൻ പറ്റിയില്ല. അതെന്ത് പറ്റിയടി? മൂന്നാറിന്റെ റിലീസ് രാജമൗലി മാറ്റിവെച്ച കാര്യം നീ അറിഞ്ഞില്ലേടി? നിങ്ങളുടെ ഫാദറിന് ഇഷ്ടിക ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടോടി? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കട്ടച്ചളി കൊണ്ട് ഇറക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാ. രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കോ? ടീച്ചർ പരീക്ഷാ പേപ്പർ കൊണ്ടുവരുമെന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക മനുഷ്യനിവിടെ. എനിക്കാ പേടിയില്ല, ഞാൻ നല്ല വൃത്തിയായിട്ടാ പരീക്ഷ എഴുതിയത്. അതെ അതെ, പേപ്പറിനകത്ത് ഒന്നും എഴുതി വൃത്തികേടാക്കാതെയാ അവള് തിരിച്ചു കൊടുത്തേ. നീ വല്ല എഴുതിയായിരുന്നോടോ പരീക്ഷയ്ക്ക്? എഴുതി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുന്നേ ടീച്ചറേ എന്ന് എഴുതി. ടീച്ചർ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. അയ്യോ, ടീച്ചർ വരുന്നു. ദൈവമേ, പേപ്പർ കയ്യിലുണ്ട്. ശരിയാടി, പേപ്പർ ഉണ്ട്. പേപ്പർ അയ്യോ, പേപ്പർ ചെവിക്കല്ല് പൊട്ടി. ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ തരാൻ പോവുക. പേര് വിളിക്കുന്നവരെ എഴുന്നേറ്റ് നിക്കണം. ഓ, പിന്നെയും അഭിനവ് കേസി. ടീച്ചർ, ഇന്നാ നിന്റെ പേപ്പർ. ഹാൻഡിൽ വിത്ത് കെയർ. എന്തിനാ ടീച്ചർ? സൂക്ഷിച്ചു പിടിക്കണം, മൊട്ടയാ, താഴെ വീണ പൊട്ടും. ഞാൻ നന്നായിട്ട് എഴുതിയതാണല്ലോ. 3 കാര്യങ്ങൾ മാത്രം നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാ അതിനുള്ള മാർക്കെങ്കിലും താ. ആ 3 കാര്യങ്ങള് നിന്റെ പേര്, റോൾ നമ്പർ, ക്ലാസ്. ബാക്കി എല്ലാം പൊട്ടത്തെറ്റായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റി ചോദിച്ചപ്പോ നീ എന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പിന്നെ പരിഷ്കാരികളെ കാണാൻ എനിക്ക് കലിപ്പാ. എന്റെ പൊന്നോ നമിച്ച് ഇരയുടെ അവിടെ കാണാൻ പോയി. ആ, അടുത്തത് പ്രണവ് പി. എസ് ടീച്ചർ. 50ൽ 4.5 മാർക്ക്. ആ, പുരോഗമനമുണ്ട്. ആഹ്ലാദ് കുമാർ. ആ, പറ ടീച്ചറെ. നിനക്ക് ആഹ്ലാദിക്കാനുള്ളതുണ്ട്. എന്താ ടീച്ചറെ, ഞാൻ ജയിച്ചാ? ഇല്ല, നിനക്ക് ആദ്യമായിട്ട് 1/2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ, 1/2 മാർക്കെങ്കിൽ 1/2 മാർക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ. അത് നീ പഠിച്ച് മേടിച്ചെന്ന് വിചാരിക്കണ്ട. ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന മഷിയുടെ വിലയാന്ന് കരുതിയാ മതി. അടുത്തത് വരുൺ. യെസ് ടീച്ചർ. 50ൽ 49 മാർക്ക്. അയ്യോ, 49. ഞാൻ 50 മാർക്കിന് എഴുതുക ടീച്ചറെ. സാരമില്ല മോനെ, അടുത്ത തവണ നമുക്ക് 50ൽ 50 മേടിക്കാം കേട്ടോ. എന്നാലും ടീച്ചർ, എന്റെ ഒരു മാർക്ക് പോയി. ആ 1 മാർക്കെങ്കിലും ബാക്കിയുള്ളവന് കിട്ടിയാ മതിയായിരുന്നു. എന്റെ ഒരു മാർക്ക് പോയി. കണ്ടോ കോർപ്പറേറ്റ് കുത്തകളുടെ പട്ടിഷോ? അവന്റെ 1 മാർക്ക് പോയെന്ന്. അടുത്തത് മണിക്കുട്ടി മന്മഥൻ. 1.5 മാർക്ക്. 1.5യോ? അടുത്തത് ദേവനന്ദ. നിനക്കുണ്ട് 1.5 മാർക്ക്. ഇത് കൂട്ടായ്മയുടെ വിജയം. രഞ്ജന. ഇവിടെ ഉണ്ട് ടീച്ചർ. 50ൽ 45 മാർക്ക്. മിടുക്കി. ഇവളെ രഞ്ജനയല്ല, വഞ്ചനയാ. ഒന്നും എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് 45 മാർക്ക് എവിടുന്ന് കിട്ടിയടി? സത്യമായിട്ടും ഞാൻ ഒന്നും എഴുതിയിട്ടില്ലടി. ഇതെന്തോ മിറാക്കിൾ സംഭവിച്ചതാ. സൈലൻസ്. എല്ലാവരുടെയും പേപ്പർ കിട്ടിയല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. ടീച്ചറെ, നമ്മുടെ പഴയ സെക്യൂരിറ്റി അങ്കിളിനെ ഇപ്പൊ കാണാനില്ലല്ലോ. എന്ത്
പിരിച്ചുവിട്ടു. എന്തിനാ ടീച്ചറെ പിരിച്ചുവിട്ടത്? +2 പരീക്ഷയ്ക്ക് വന്ന പിള്ളേരുടെ ഹാൾ ടിക്കറ്റ് വലിച്ചു കീറിയതിന്. സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് കീറാൻ നിൽക്കുന്ന മാമനെയൊക്കെ പിടിച്ച് സെക്യൂരിറ്റി മതി ഇരിയോടെ. പിന്നെ എല്ലാവരുടെയും പ്രോഗ്രസ് കാർഡ് തന്നുവിടും. വീട്ടിൽ കൊണ്ടുപോയി രക്ഷകർത്താവിന്റെ ഒപ്പിടിയിപ്പിച്ചിട്ട് നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. ടീച്ചർ, എന്റെ അച്ഛനും അമ്മയും ഗൾഫിലാ. അതിന് എന്റെ പ്രോഗ്രസ് കാർഡ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടേ അച്ഛനെ ഒന്ന് ടാഗ് ചെയ്യാവോ? അച്ഛനെ ടാഗ് ചെയ്യാനോ? എന്തിന്? അച്ഛനോടെ ഒപ്പ് കമന്റ് ബോക്സിൽ ഇടാൻ പറയാം. ഓ എന്റെ പൊന്ന് അഭിനവ് കേസി, നിന്റെ അച്ഛന്റെ ഉപ്പ് കമന്റ് ബോക്സിൽ ഇടാൻ പറയണ്ട. നിന്റെ TC എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാം. നിന്റെ അച്ഛനോട് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിന്നെ ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോകാൻ പറയാമോ? അത് ഞാൻ വേണമെങ്കിൽ പറയാം. ഓ ഈ അരമാർക്കും ആനമുട്ടയും മേടിക്കുന്നവരെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റു. ഇതിലും വേറെ സ്കൂൾ അങ്ങ് പൂട്ടിയിടുന്നതാ. ടീച്ചറെ, അതിന് സ്കൂളൊക്കെ തുറന്നത് ഇപ്പോഴല്ലേ? അതെ, 1 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് 1ാം റാങ്ക് മേടിക്കാൻ എന്റെ അച്ഛന്റെ പേര് ഡിങ്കനൊന്നും അല്ല. ശരി, ഇപ്പൊ സ്കൂള് തുറന്നല്ലോ. അടുത്ത പരീക്ഷയ്ക്ക് നീ നല്ല മാർക്ക് മേടിക്കുമെന്ന് ഉറപ്പാണോ? വലിയ ഉറപ്പൊന്നുമില്ല. പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെ ടീച്ചർ പേപ്പർ നോക്കിയാൽ ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ടേക്കും. എന്റെ പൊന്ന് അഭിനവ് കേസി, നിന്റെ TC മേടിച്ചോണ്ടൊന്ന്